നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. പ്രതിരോധ മേഖലയിൽ നിർണായക മുന്നേറ്റവുമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച K5 സബ്മറൈൻ ലോഞ്ച് മിസൈലിന്റെ പരീക്ഷണം വിജയകരമായി ഇന്ത്യ പൂർത്തിയാക്കി. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ച ഇന്ത്യയുടെ K സീരീസ് മിസൈൽ പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാന ആയുധങ്ങളിലൊന്നായി ഈ മിസൈൽ മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ചൈനയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയും ആണവ ശക്തിയുടെ കരുത്തും ഈ മിസൈൽ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. K5 SLBM മിസൈലിന് ഏകദേശം 2.4 മീറ്റർ വ്യാസവും ഏകദേശം 20 ടൺ വിക്ഷേപണ ഭാരവും ഉണ്ടായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 5000 മുതൽ 6000 കിലോമീറ്റർ വരെ പ്രഹരപരിധിയുള്ള രീതിയിലാണ് മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒന്നിലധികം തന്ത്രപ്രധാന ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാൻ കഴിയുന്ന മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ അഥവാ MRVS സാങ്കേതിക വിദ്യയും ഇതിൽ ഉൾപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ. മിസൈലിന് ശബ്ദത്തേക്കാൾ 7.5 മടങ്ങ് അധിക വേഗത്തിൽ കുതിക്കാനാകും. അതായത് മണിക്കൂറിൽ 9261 കിലോമീറ്റർ എന്നതാണ് മിസൈലിന്റെ വേഗം. ഇന്ത്യൻ അന്തർവാഹിനികൾക്ക് അപകട സാധ്യതയേറിയ മേഖലയിലേക്ക് നീങ്ങാതെ തന്നെ ശത്രുക്കളുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാനുള്ള ശേഷി ഈ മിസൈലിലൂടെ ലഭിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ മിസൈലിന്റെ മുൻഗാമിയായ K4 SLBMന് ഏകദേശം 3500 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. എന്നാൽ ഈ ദൂരപരിധി പ്രയോജനപ്പെടുത്തണമെങ്കിൽ അന്തർവാഹിനികൾക്ക് അപകട സാധ്യതയുള്ള സമുദ്ര മേഖലകളിലേക്ക് നീങ്ങേണ്ടി വരുമെന്നതാണ് പ്രതിസന്ധി. ഇത് അന്തർവാഹിനികൾ ശത്രുക്കളുടെ നിരീക്ഷണ വലയത്തിൽ ഉൾപ്പെടാനും ശത്രു രാജ്യങ്ങളുടെ ആക്രമണങ്ങൾക്ക് ഇരയാകാനും സാധ്യതയുണ്ട്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമാണ് K5 SLBM. K5ന്റെ പ്രത്യേകതയായ 5000 മുതൽ 6000 വരെയുള്ള പരിധി ഇന്ത്യയുടെ അന്തർവാഹിനികൾക്ക് ബംഗാൾ ഉൾക്കടലിലെ സുരക്ഷിതമായ മേഖലകളിൽ നിലയുറപ്പിച്ചുകൊണ്ട് തന്നെ ശത്രുക്കളുടെ, പ്രത്യേകിച്ച് ചൈനയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാൻ സാധിക്കും. ഇത് അന്തർവാഹിനികളുടെ അതിജീവന ശേഷിയും ശത്രുക്കളുടെ നിരീക്ഷണത്തെ വെട്ടിക്കാനുള്ള കഴിവും പ്രത്യാക്രമണ ശേഷിയും ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. K5 മിസൈലിനായി രൂപകൽപ്പന ചെയ്ത പുതിയ ലോഞ്ച് കാനിസ്റ്ററും ഗ്യാസ് ഇഞ്ചക്ഷൻ സംവിധാനവും വിജയകരമായി പരീക്ഷിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മിസൈലിന്റെ ദീർഘദൂര പ്രഹരശേഷി ശത്രു രാജ്യങ്ങളുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാൻ ഇന്ത്യയെ സഹായിക്കുന്നു. അതേസമയം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സുരക്ഷിത അകലം പാലിച്ച് അന്തർവാഹിനികൾക്ക് പ്രവർത്തിക്കാനും ഇതിലൂടെ സാധിക്കും. K5 മിസൈലിന്റെ പൂർണ്ണ ഫ്ലൈറ്റ് ട്രയലുകൾ ഈ വർഷം അവസാനത്തോടെ ആരംഭിക്കാനാണ് സാധ്യത. പൂർണ്ണമായി ഇവയുടെ വിന്യാസം ഏകദേശം 2032 നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. S5 ക്ലാസ് അന്തർവാഹിനികൾ K5 ഭാവിയിലെ KR6 മിസൈൽ സംവിധാനങ്ങളുടെ പ്രധാന വാഹകരാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ പ്രവർത്തനത്തിലുള്ള അരിഹന്ത് ക്ലാസ് അന്തർവാഹിനികളെക്കാൾ ഗണ്യമായ വലിപ്പമുള്ളവയായിരിക്കും ഈ പുതുതലമുറ അന്തർവാഹിനികൾ. കൂടാതെ മിസൈലുകൾ വഹിക്കാനും പേലോഡുകളിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്താനും ശേഷി ഇവയ്ക്കുണ്ടാകും. ചൈനയ്ക്കും മറ്റ് ശത്രുരാജ്യങ്ങളുടെ ഭീഷണികൾക്കുമെതിരെ ഇന്ത്യയുടെ തന്ത്രപ്രധാന പ്രതിരോധ കരുത്ത് ശക്തമാക്കുന്നതിൽ S5 പദ്ധതി അതീവ നിർണായകമാണ്. K5 മിസൈലിനായി ഒരുക്കിയിരിക്കുന്ന MIRV സാങ്കേതിക വിദ്യയിലൂടെ ശത്രു രാജ്യങ്ങളുടെ മിസൈൽ പ്രതിരോധത്തിന് വെല്ലുവിളി സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. DRDO ഇതിലും കൂടുതൽ നവീകരിച്ച K6 SLBM പദ്ധതിയുമായി മുന്നോട്ട് പോകുകയാണെന്നുള്ള റിപ്പോർട്ടുകളും ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട്. K6 മിസൈലിന് 6000 കിലോമീറ്റർ അധികം പ്രഹരപരിധി ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇതിന്റെ അന്തിമശേഷി 8000 കിലോമീറ്ററിന്റെ അടുത്താണെന്നും പറയപ്പെടുന്നു. 2030 ഈ മിസൈൽ പരീക്ഷണം നടന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയുടെ നാവിക ആണവ പ്രതിരോധത്തിന്റെ നട്ടലായി മാറുന്ന അത്യാധുനിക ആയുധമാകും ഇത്. അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലായിട്ടാണ് K6നെ വികസിപ്പിച്ചിരിക്കുന്നത്. ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ മിക്ക രാജ്യങ്ങളുടെയും പ്രതിരോധ സംവിധാനങ്ങൾക്ക് K6 മിസൈലിനെ തടയാനാകില്ല. നിലവിൽ കരയിൽ നിന്നും കടലിൽ നിന്നും സമുദ്രത്തിനടിയിൽ നിന്നും ആണവായുധം പ്രയോഗിക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. ഈ ശേഷിയെ വർദ്ധിപ്പിക്കുന്ന മിസൈലാണ് K6.